ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് അഗെയിൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമുക്ക് ഇന്നൊരു മുട്ട റോസ്റ്റ് തയ്യാറാക്കിയാലോ? അതിന് വേണ്ടി ഞാൻ 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചതച്ചത്, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ സവോള, ഒരു തക്കാളി, ഇവയൊക്കെ ചെറുതായി അരിഞ്ഞെടുക്കുക. അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും എടുത്ത് വെക്കുക. അതിന് വേണ്ടി നമുക്ക് ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒരു ടീസ്പൂൺ കടുകും ഇട്ട് അതിന് പൊട്ടിക്കാൻ വെക്കാം. അത് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മുടെ ചതച്ച വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായി വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരട്ടെ കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച വലിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിനെ നന്നായിട്ട് വഴറ്റി എടുക്കാം. ഇത് നന്നായി വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും അതിനെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും അതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മുറിച്ചെടുത്ത ആ വലിയ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നുകൂടി നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് അതിനെ ഒരു മൂടിയെടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. കണ്ടോ? അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വെന്തിട്ടുണ്ട് അല്ലേ? ഇനി ഇതിനെ വീണ്ടും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്നുകൂടി നമ്മൾ വഴറ്റിയെടുത്ത് അതിലേക്ക് നമുക്ക് ഒരല്പം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് അടി കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും അതൊരു കുഴമ്പ് രൂപത്തിലാകാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് മൂടി വെച്ചിട്ട് അത് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്കതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച ആ 2 മുട്ട തയ്യാറാക്കി ഇട്ട് കൊടുക്കുക. അതിനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും, ആ മസാലയൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടി. എന്നിട്ട് ഒന്നുകൂടി അതിനെ മൂടി കൊണ്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനെ ഞാനൊരു പാനിലേക്ക് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.